തുര്യാതീതം കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോഡി വിട്ടിട്ടുള്ള യാത്രയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷനാണ്. നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, സാധാരണ വ്യക്തി, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒറ്റ സ്പർശനത്തിലാണ് സ്വാമി വിവേകാനന്ദനായി പരിണമിക്കുന്നത്. അത് 24 വയസ്സ് മുതൽ ഞാൻ ഈ വയസ്സ് വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണം. ഇത്തരം ദീക്ഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കളയരുത്. സിദ്ധ പരമ്പരയിലുള്ളൊരു ദീക്ഷയും പിന്നെ ക്രിയായോഗിയുടെ ദീക്ഷയാണ്, ബാബാജി നിന്നുള്ള ദീക്ഷയാണ് മൗനി ബാബയിൽ നിന്ന് വന്നിട്ടുള്ളൂ, ശ്രീഎമ്മിൽ നിന്നും എടുത്തിട്ടുള്ളൂ. ശ്രീഎമ്മിൽ നിന്നും ദീക്ഷ എടുത്തിട്ടുണ്ടോ? ഉണ്ട്. മഹോദർ ബാബാജിയുടെ ശിഷ്യൻ, ആ ശിഷ്യനിൽ നിന്ന് വേറെ ശിഷ്യൻ യുക്തേശ്വർ മഹാരാജ്. ഈ യുക്തേശ്വർജിയിൽ നിന്ന് ദീക്ഷ. എന്താണ് ദീക്ഷ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ദീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ പരമാനന്ദ ഹംസ, യോഗാനന്ദ പരമഹംസ, അവരൊക്കെ തന്നെ അതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാരാണ്. മഹാദർ ബാബാജിയിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യുക്തേശ്വർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നൊക്കെ കൈമാറി വന്നിട്ടുള്ളതാണ്, ലൈനിയേജാണ്. ഗുരു പരമ്പരയിൽ നിന്നുള്ള ദീക്ഷയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു ദീക്ഷയാണ് നമ്മൾക്കും കിട്ടിയിട്ടുള്ളത്. എനിക്ക് 2 രീതിയിലുള്ളതുകൊണ്ട്, സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിൽ സിദ്ധ പരമ്പരയിലുള്ളൊരു ദീക്ഷയും പിന്നെ ക്രിയായോഗിയുടെ ദീക്ഷയാണ്, ബാബാജി നിന്നുള്ള ദീക്ഷയാണ് മൗനി ബാബയിൽ നിന്ന് വന്നിട്ടുള്ളൂ, ശ്രീഎമ്മിൽ നിന്നും എടുത്തിട്ടുള്ളൂ. ശ്രീഎമ്മിൽ നിന്നും ദീക്ഷ എടുത്തിട്ടുണ്ടോ? ഉണ്ട്. 2016 എന്ത് ദീക്ഷയായിരുന്നു അത്? ബേസിക് ആയിട്ടുള്ള ദീക്ഷയാണ്. അദ്ദേഹം തൃശ്ശൂർ, അന്ന് അദ്ദേഹം പദയാത്ര നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം പദയാത്ര നടത്തുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോഴാണ് 2016 ഒരു ഓണത്തിനോടൊക്കെ സംബന്ധിച്ച് ഒരു ഞായറാഴ്ച പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, തിങ്കളാഴ്ചയ്ക്ക് മാറ്റി. അങ്ങനെ ഒരു 200-ലധികം ആൾക്കാരന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ദീക്ഷയൊന്നുമല്ല. അവിടെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി ഇത് ചെയ്യുക, ഗുരുമന്ത്രം തന്നു. ഈ ദീക്ഷയ്ക്ക് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ദീക്ഷ. എന്താണ് ദീക്ഷ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ദീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. ദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയിൽ നിന്ന്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മഹോദർ ബാബാജിയുടെ ശിഷ്യൻ, ആ ശിഷ്യനിൽ നിന്ന് വേറെ ശിഷ്യൻ യുക്തേശ്വർ മഹാരാജ്. ഈ യുക്തേശ്വർജിയിൽ നിന്ന് യോഗാനന്ദ പരമഹംസയ്ക്ക്. ഇവിടെ ഒരു ശിഷ്യന് ദീക്ഷ നൽകുമ്പോൾ ഗുരു പരമ്പരയിൽ നിന്ന് ഒരു മെയിൻ ഗുരുവിൽ നിന്ന്, പ്രധാന ഗുരുവിൽ നിന്ന് താഴെയുള്ള ഗുരു സ്വീകരിച്ചിട്ടുള്ള എല്ലാ ശക്തിയും ഒരു ശിഷ്യനിലേക്ക്, അനുയോജ്യനായ ശിഷ്യന് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ ഗുരുപരമ്പരയിൽ നിന്നുള്ള ദീക്ഷാശക്തിയെ സന്നിവേശിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ദീക്ഷയില്ലാതെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ പല രീതിയിൽ, പല ഡിമെൻഷൻസിൽ മെൻ്റൽ പ്ലെയിൻ ഷിഫ്റ്റായിട്ട് മാനസിക രോഗികളായവർ എൻ്റെ അടുത്ത് ഇപ്പോൾ 3 കേസ് വരുന്നുണ്ട്. ദീക്ഷ വാങ്ങി മാനസിക രോഗി അല്ല, ദീക്ഷയില്ലാതെ ചുമ്മാ മെഡിറ്റേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് നോക്കി. യൂട്യൂബിലൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെയുള്ള കുണ്ടലിനി യോഗ ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം കുണ്ടലിനി യോഗ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ദീക്ഷ ആവശ്യമാണ്. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം 24-ാമത്തെ വയസ്സിൽ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയുടെ ദീക്ഷ കിട്ടിയെന്നുള്ളതാണ്. ആ ബേസ് ഉറയ്ക്കണം. കുണ്ടലിനി ശക്തിയെ താഴെ നിന്ന് മേലോട്ടും മേലെ നിന്ന് താഴോട്ടും സഞ്ചരിപ്പിക്കാനായിട്ട്, യഥേഷ്ടം സഞ്ചരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു ശിഷ്യന്. എങ്കിൽ മാത്രമേ അതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മേലത്തെ ഉള്ള ചക്രങ്ങളിൽ മാത്രം നമ്മൾ എനർജി നിലനിർത്തുകയെന്ന് വെച്ചോ, നമ്മൾക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥ വരും. മെൻ്റൽ പ്ലെയിൻ ഷിഫ്റ്റ് ആവും. കാരണം സോൾ എപ്പോഴും ബോഡി വിട്ടു പോകുന്ന അവസ്ഥയിൽ വരുമ്പോൾ പിന്നെ ഇഹലോക ജീവിതം വേണ്ട, എല്ലാം മായ എന്നുള്ളൊരു സങ്കല്പത്തിൽ ജീവിക്കുന്ന അവസ്ഥ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ദീക്ഷ കൊടുക്കുമ്പോൾ ഗൃഹസ്ഥനുള്ള ദീക്ഷയെ ഗൃഹസ്ഥന് കൊടുക്കാവൂ. സന്യാസി ദീക്ഷ ഗൃഹസ്ഥന് കൊടുക്കാൻ പാടില്ല. ഇനി അവൻ ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് സന്യാസാശ്രമത്തിലേക്ക്, അല്ലേ, വാനപ്രസ്ഥമൊക്കെ കഴിഞ്ഞിട്ടാണ് സന്യാസാശ്രമം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് വർഷങ്ങളോളം നിന്ന് പഠിക്കുന്ന സംവിധാനമായിരുന്നു നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നത്. ഇന്നങ്ങനെയാണോ? അല്ല. ഇന്നിപ്പോൾ വരുന്നവന് ദീക്ഷ കൊടുക്കുകയാണ്. അവന് യോഗ്യത കൊണ്ടോന്ന് പോലും നോക്കുന്നില്ല. ഞാനൊരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ പോലും അത് യോഗ്യത കൊണ്ടോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഗുരുക്കന്മാർ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? കോഴ്സുകളുള്ളത് റേക്കി ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 ബേസിക് ലെവൽ, ലെവൽ 2 എന്ന് പറയുമ്പോൾ ഹീൽ ചെയ്യാവുന്നത് മറ്റുള്ളവരെ, ലെവൽ 3 എന്ന് പറയുമ്പോൾ മാസ്റ്റർ ലെവൽ. റേക്കി ദീക്ഷകൾ കൊടുക്കാറുണ്ട്. യോഗ്യരായിട്ടുള്ള ശിഷ്യന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ, ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ അടുത്ത ക്ലാസ് നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വെന്യൂവിൽ വെച്ചിട്ട് എല്ലാവർക്കും വിളിച്ചിട്ട് ഞാൻ ഒരുപാട് പേരൊന്നും എടുക്കാറില്ല. യോഗ്യരായിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരെ വിളിച്ച് ആ ദീക്ഷ ഗുരുപരമ്പര, അതായത് ഉസൂയി റേക്കിയാണ് ഞാൻ
ട്രഡീഷണൽ ഉസൂയി റേക്കി എന്ന് പറയും. അതാണ് യഥാർത്ഥ റേക്കി. പിന്നീട് ഒരുപാട് വകഭേദങ്ങൾ വന്നു. ട്രഡീഷണൽ ഉസൂയി റേക്കി ഡോക്ടർ ഉസൂയി, മിക്കാവോ ഉസൂയിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ ജ്ഞാനത്തിലൂടെ കിട്ടിയ അറിവുകൾ സിമ്പിൾസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടി. ആ സിമ്പിൾസാണ് നമ്മളവിടെ കൊടുക്കുന്നത് ദീക്ഷ കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സിമ്പിൾ വഴി തന്നെ അവർക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റേക്കി ദീക്ഷ കൊടുക്കാം. പിന്നെ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ ദീക്ഷയുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ ദീക്ഷ സ്പർശ ദീക്ഷയാണ്. അത് വേദാദ്രി മഹർഷിയുടെ രീതിയിലുള്ള സിദ്ധ രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ്. ആദ്യത്തെ സ്പർശ ദീക്ഷ. രണ്ടാമത്തെ ലെവലിൽ ദീക്ഷ കൊടുക്കുന്നത് നയന ദീക്ഷയാണ്. മൂന്നാമത്തെ ലെവലിലുള്ള ദീക്ഷ കൊടുക്കുന്നത് മൈൻഡ് ടു മൈൻഡാണ്, മനോദീക്ഷയാണ്. മൈൻഡ് ടു മൈൻഡ്. സ്പർശ ദീക്ഷ നമ്മൾ ആദ്യം കൊടുക്കും, ആജ്ഞയിൽ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നയന ദീക്ഷയാണ്. നേത്രത്തിലൂടെ ശിഷ്യനിലേക്ക് നമുക്ക് ഗുരുപരമ്പരയിലൂടെ ഒരു ശിഷ്യനിൽ ഒരു ഗുരുവിന് കിട്ടിയിട്ടുള്ള ആ ഒരു ദീക്ഷാ ശക്തിയെ കണ്ണിലൂടെ സന്നിവേശിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് മനോദീക്ഷയാണ്. മനസ്സുകൊണ്ട് മനസ്സ് കണക്ട് ചെയ്തിട്ട് അവിടെ ടെലിപ്പതി എന്ന് വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ പറയാം. അങ്ങനെ കൊടുക്കുന്ന ദീക്ഷയാണ് സിംപ്ലിഫൈഡ് കുണ്ടലിനി ദീക്ഷയിൽ വരുന്നത്. പിന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് ഇൻട്രോസ്പെക്ഷൻ. അതിൽ ഐഡൽ വർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വയം സെൽഫ് റിയലൈസേഷനിലേക്ക് വരണം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് വന്നു. ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്നിലുള്ള ദൈവികാംശം എന്താണ്. അങ്ങനെ ഒരു ആബ്സല്യൂട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു അതിശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സോള് ബോഡി വിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് തുര്യാതീത ദീക്ഷ കൂടും. തുര്യാതീതം അതാണ് ഫൈനൽ ദീക്ഷ. തുര്യാതീതം കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോഡി വിട്ടിട്ടുള്ള യാത്രയാണ് ആസ്ട്രൽ പ്രൊജക്ഷനാണ്. അത് 24 വയസ്സ് മുതൽ ഞാൻ ഈ വയസ്സ് വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണം. ഇത്തരം ദീക്ഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കളയരുത്. അപ്പോൾ അത് നമ്മൾ ആ ദീക്ഷ തരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഗുരു പരമ്പരയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ ശക്തിയെയും ഒരു ശിഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, സാധാരണ വ്യക്തി, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒറ്റ സ്പർശനത്തിലാണ് സ്വാമി വിവേകാനന്ദനായി പരിണമിക്കുന്നത്. അതെ, ഇതാണ് ദീക്ഷ, ഇതാണ് യഥാർത്ഥ ദീക്ഷ. അവിടെ സംഭവിച്ചത് എന്താണ്? അനുയോജ്യനായ ഒരു ശിഷ്യൻ വന്നു. അപ്പോൾ ഗുരുവിന് തോന്നുകയാണ് എനിക്ക് കിട്ടിയ ശക്തികളെല്ലാം ഇവനിലേക്ക് കൊടുക്കാം. പ്രശസ്തനായത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെ നടന്നത് കറക്റ്റ് രീതിയിലാണ്. യഥാർത്ഥ ശിഷ്യന് കൊടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടും. പലരും ഈ ശക്തികളെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കർമ്മത്തിന് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പം ഞാനങ്ങനെ കിട്ടുന്ന കഴിവ് ആളുകളുടെ ഗുണത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതൊരു പുണ്യകർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ഐ ഡോണ്ട് കെയർ. പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ചെയ്യുന്ന വലിയൊരു നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണെന്ന് വെച്ചാൽ. ഇതെല്ലാം നമ്മുടെ സന്യാസി പരമ്പരകൾ വഴിയുള്ള ദീക്ഷകളല്ലേ? അതെ. ഇന്ന് പക്ഷേ ഈ ദീക്ഷകളുടെയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സുകളാണെങ്കിലും കോഴ്സുകളാണെങ്കിലും ഇപ്പം എല്ലാവരും ഒരു പൈസ മണി മാനിഫെസ്റ്റേഷൻ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം മായയാണെന്ന് പറഞ്ഞിരിക്കാനല്ലല്ലോ അവർക്ക് ഇഷ്ടം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഇവരെല്ലാം ഇതിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ അത്ഭുത വിദ്യകൾ കണ്ടിട്ടായിരിക്കാം. ഇതൊന്നും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതിലൊരു രഹസ്യം ഉണ്ടല്ലോ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും പലരും വരുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും പൈസയാണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അത് ഉയർത്താൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്.